ദീനാർ തങ്ങളെ പരിചയപ്പെടുമ്പോ 40 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നയാളാണ്. 40 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ നോമ്പില്ലാത്ത ദിവസമുള്ളൂ. അങ്ങനെ നോമ്പെടുക്കുന്ന ആളാണ്. 40 കൊല്ലമായി ഹജ്ജ് മുടങ്ങാത്ത ആളാണ്. ഇത് പറഞ്ഞപ്പോ മാലിക്കിന്റെ ദീനാർ തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളെ കണ്ടിട്ടൊരു കാര്യം പറയാൻ വന്നതാണ്, പക്ഷേ എനിക്ക് നാണം തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞോളൂ, ഉള്ളതെന്താണെന്ന് വെച്ചാൽ, ഉടനെ മാലിക്കിന്റെ ദീനാർ തങ്ങൾ പറഞ്ഞു, ഈ കൊല്ലം ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു പോയി. പക്ഷേ നിങ്ങളുടെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഉടനെ ബഹുമാനപ്പെട്ട മാലിക്കിന്റെ ദീനാർ തങ്ങളോട് മുഹമ്മദ് ബിൻ ഹാറൂൻ പറയുകയാണ്, ഈ കഴിഞ്ഞ 40 കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഓരോ കൊല്ലവും ഹജ്ജ് കഴിയുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ഇവിടെ വരും. അതത് കാലഘട്ടത്തിൽ സാഹിദായിരിക്കും, മാലിമായിരിക്കും. വന്നിട്ട് എന്നോട് പറയും, എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. ഞാൻ എത്ര വലിയ ഹതഭാഗ്യനാണ്. മോമിനീങ്ങളെ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളൊക്കെ ഒന്ന് അടുത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുമോ? ഈ വിഷയം വളരെ ഹബീബിന്റെ മഹബത്തുള്ള വിഷയം പറഞ്ഞൊരുവഴന്ന് നമുക്ക് പിരിയാം. അങ്ങ് മേലെ നിൽക്കുന്ന മോമിനീങ്ങളും നമുക്ക് ദുആ ചെയ്യാനുള്ള മജ്ലിസാണല്ലോ. ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹാണല്ലോ പറഞ്ഞവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഒരുപാട് കാലം അവിടുത്തെയുടെ പ്രണയം പറഞ്ഞ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മോമിനീങ്ങളെ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, 40 കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഓരോ കൊല്ലവും പങ്കെടുക്കുന്ന ആലിമീങ്ങളും ജാഹിദീങ്ങളും പറയുന്നത്, എന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്നാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഉടനെ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുന്നു, മാലിക് ബിൻ ദീനാർ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ വല്ല പാപങ്ങളും ചെയ്തിട്ടുണ്ടോ? അതെ, ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട്. അതേതാണ്, ഞാൻ ഒരു ദിവസം കള്ളു കുടിച്ചു നല്ല മത്തനായി, നല്ല ലെവല് വെച്ചിട്ട് ഞാൻ വീട്ടിലെത്തി. ശഅബാനിന്റെ അവസാനത്തെ ദിവസമാണ്, പിറ്റേന്ന് റമളാനാണ്. ഞാൻ കള്ളുകുടിച്ച് ലെവലിലെത്തിയിട്ട് വീട്ടിലെത്തി. എന്റെ വീടിന്റെ കതക് തുറന്നു തന്നത് മൂത്താപ്പയുടെ മകളാണ്. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് അകത്തേക്ക് കടന്നപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, എടാ, എല്ലാ ജനങ്ങൾക്കും നാളെ രാവിലെ റമളാനാണ്, നീ സക്രാനാണോ? നാളെ റമളാന്റെ നോമ്പ് തുടങ്ങാൻ പോവുകയാണ്, നീ കള്ളുകുടിച്ച് ലെവലിലെത്തിയിട്ടാണോ റമളാനിന്റെ പ്രഭാതത്തെ സ്വീകരിക്കാൻ പോകുന്നത്? അത് പറഞ്ഞപ്പോ ദേഷ്യം പിടിച്ച ഞാൻ എന്റെ ഉമ്മാനെ പിടിച്ച് ഒറ്റ തള്ളു കൊടുത്തു. എന്റെ ഉമ്മ അടുപ്പിലെ തീയിലേക്ക് പോയി വീണു. ഇബ്നുൽ ജൗസി ആരാണ്? ഹിജ്റ 589 വഫാത്തായ ആളാണ്. ചരിത്രങ്ങൾ ഒരുപാട് എഴുതിവെച്ച ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചയാളാണ്. ചുരുക്കി പറയട്ടെ, അദ്ദേഹം അടയാളപ്പെടുത്തുന്നു, ഉമ്മാനെ ഞാൻ പിടിച്ചിട്ട് ഒരു തൊള്ളു കൊടുത്തപ്പോൾ അടുപ്പിലേക്ക് പോയി വീണു. ഉമ്മ കത്തിപ്പോയി. ബഹളം കേട്ടപ്പോൾ എന്റെ മൂത്താപ്പയുടെ മകളെന്നെ ഒരു റൂമിലേക്ക് തള്ളിയിട്ടിട്ട് കുത്തിയിട്ട് കളഞ്ഞു. ഏകദേശം പാതിരാത്രിയായപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു.
അപ്പൊ ഞാൻ വാതിൽ മുട്ടിയിട്ട് മോളെ കതക് തുറക്കടി എന്ന് പറഞ്ഞു. അവൾ എന്നോട് പിണക്കമുള്ള വർത്തമാനം പറഞ്ഞു. ഞാൻ ചോദിച്ചു മഹാദിൽ ജഫാ മഹാദൽ ജഫാ വമാഹാദിൽ ജഫ്വ, എന്താടി ഇതുവരെ എന്നോട് ഇങ്ങനെ നീ സംസാരിച്ചിട്ടില്ലല്ലോ, എന്തേ നീ ഇപ്പൊ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ ലോകത്തെ വലിയ തെറ്റ് ചെയ്ത തോന്നിവാസിയാണ്, നിന്റെ ഉമ്മ കത്തി മരിച്ചു പോയില്ലേ. അപ്പോൾ ഞാൻ വീടിന്റെ റൂമിന്റെ വാതിൽ തല്ലിപ്പൊളിച്ച് പുറത്തിറങ്ങി. നോക്കിയപ്പോ ഉമ്മാന്റെ ജീവൻ നഷ്ടപ്പെട്ടുപോയി. നേരെ വാതിൽ പടിയിലേക്ക് വന്ന് എന്റെ വലത് കൈ വാതിലിന്റെ കട്ടളയിൽ വെച്ച് ഇടത് കൈ കൊണ്ട് എന്റെ കൈയങ്ങ് മുറിച്ചു കളഞ്ഞു. കാരണം ഉമ്മാനെ ആക്രമിച്ച കൈയല്ലേ എന്നുള്ള നിലക്ക് ഞാനതങ്ങ് മുറിച്ചു. എന്റെ കയ്യിൽ 80,000 ദീനാറുണ്ടായിരുന്നു. ആ ദീനാറ് മുഴുവനും ഞാൻ പാവപ്പെട്ടവർക്ക് സദഖ ചെയ്തു. ഞാൻ നേരെ മക്കത്തേക്ക് വന്നു. 40 കൊല്ലമായി ഇതുവരെ ഒരു ഹജ്ജും മുടക്കിയിട്ടില്ല. 40 ദിവസത്തിലൊരിക്കൽ നോമ്പ് തുറക്കുകയല്ലാതെ, അഥവാ നോമ്പില്ലാതിരിക്കുകയല്ലാതെ ബാക്കി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. കാലിവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, കൈയിവിടെ ബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടും ഈ കഴിഞ്ഞ 40 കൊല്ലവും അല്ലാഹു എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. എന്നെ അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഇടയ്ക്കൂടി ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ മഹബത്ത് പറയുന്ന ഈ വേദിയിൽ ചെറുപ്പക്കാര് പലരുമുണ്ട്. ഉമ്മമാരോട് അദബ് കെട്ട ഒരൊറ്റ വർത്തമാനവും ഉണ്ടാകാൻ പാടില്ല. ഉമ്മമാര് നിലത്തിട്ട് ചവിട്ടിയാൽ കാലിന്റെ അടിയുടെ പൊടി തട്ടുകയല്ലാതെ അവരോട് പ്രതികരിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അവരോട് നല്ല വർത്തമാനം പറയണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന ബോധം വേണം. ഈ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാരും അത് ശ്രദ്ധിക്കുന്നില്ല. നീ വലിയ മുസ്ലിയാരാണെങ്കിലും, വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിലും, വലിയ ധർമ്മിഷ്ഠനാണെങ്കിലും, വലിയ ബുദ്ധിജീവിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ രക്ഷയില്ല. ഉമ്മയത്ര വിവരമില്ലാത്ത ഗ്രാമീണയാണെങ്കിലും, ബോധമില്ലാത്ത സാധാരണക്കാരിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ രക്ഷയില്ല. ചെറുപ്പക്കാരെ, സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളണം. അല്ലാഹു ഈ ലോകത്തും മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് ഉമ്മയെങ്കിൽ ആ ഉമ്മാന്റെയും അപ്പുറമുള്ള കരുണയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അൻത ഉമ്മുൻ അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. എന്താണെന്നറിയുമോ? മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ഈ വിഷയമങ്ങ് പറഞ്ഞപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, എടാ, നിനക്ക് ദുനിയാവ് മുഴുവനും അങ്ങ് കത്തിച്ചുകൂടായിരുന്നോ? ഉമ്മാനെ അടുപ്പിൽ തള്ളിയിട്ടതെന്തിനാടാ എന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ച പോലെ മറുപടി പറഞ്ഞിട്ട് മാലിക് ഇബ്നു ദീനാർ തങ്ങളങ്ങ് നടന്നു. ഈ മനുഷ്യന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. യാ അല്ലാഹ് അനീസി ഇന്ന കുർബതി. പഠിച്ചവനെ, നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് പൊട്ടിക്കരേണ്ടത്? വന്നുപോയി റബ്ബേ,
ഇനി രക്ഷയില്ല, എല്ലാവരും എന്നെ ഇതാ നിസ്സാരരാക്കി പോയി, ഞാൻ എന്തു ചെയ്യാനാണ് റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് പൊട്ടിയങ്ങ് കരയുമ്പോ മാലിക് ബിൻ ദീനാർ തങ്ങൾ പോയി കിടന്നുറങ്ങുമ്പോൾ അതാ വരുന്നു സ്വാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലഫീൽ വസ്സംസം വസ്സൽസബീൽ നബിയുന അമീൻ ഹബീബുന കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മാലിക് ബിൻ ദീനാറിനോട് ചോദിക്കുന്നു, ലിമാദാ തുഖന്നിതുൻ നാസ മിൻ റഹ്മത്തില്ലാഹ്, എന്തിനാ മാലിക് ബിൻ ദീനാറെ അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് ജനങ്ങളെ വിഷമിപ്പിക്കുന്നത്, നിരാശപ്പെടുത്തുന്നത്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ജനങ്ങളെ ആശമുറിയിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് കേട്ടോ, അദ്ദേഹത്തോട് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എന്തേ കാരണം? അല്ലാഹു ജല്ല ജലാലായ റബ്ബ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ, നിനക്ക് 3 ദിവസം നിന്നെ നരകത്തിലിടും, എന്നിട്ട് നിന്റെ ഉമ്മാന്റെ മനസ്സിൽ ഒരു ദുഃഖമുണ്ടാകും, ആ ഉമ്മാന്റെ കൈകൊണ്ട് നിന്നെ നരകത്തിൽ നിന്ന് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ നരകത്തിന്റെ രുചി അറിഞ്ഞേ പറ്റൂ എന്നതുകൊണ്ട് നീ നരകത്തിൽ കിടന്നേ പറ്റൂ. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. മാലിക് ബിൻ ദീനാറെ ബശ്റുഹു, അതുകൊണ്ട് പോയി അദ്ദേഹത്തോട് സന്തോഷം പറയണം, കാരണം അല്ലാഹു സ്വീകരിച്ചു പോയി. ചെറുപ്പക്കാരെ 40 കൊല്ലം തുടർച്ചയായി ഹജ്ജ് ചെയ്തിട്ട്, 40 കൊല്ലവും നോമ്പെടുത്തിട്ട്, 40 കൊല്ലവും നിസ്കരിച്ചിട്ട് അല്ലാഹു ചെയ്ത വിട്ടുവീഴ്ചയുടെ പരിധി ഉമ്മാന്റെ എത്ര വലിയ സ്ഥാനമാണ്. അവിടെ രക്ഷയ്ക്ക് വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളല്ലേ. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി. മാലിക് ബിൻ ദീനാർ തങ്ങൾ ചെന്ന് ജനാസ നിസ്കരിച്ചു എന്ന് ഇബ്നുൽ ജൗസി പറയുന്നു. അതുകൊണ്ട് എല്ലാവരെക്കാളും വലിയ കരുണയാണ് നബി തങ്ങൾ. അല്ലാഹു അവന്റെ നഫ്സ് കതബ അലാ നഫ്സിഹി റഹ്മ, അവൻ റഹ്മത്ത് തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യസ്തഫിനെ ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്, മക്കളെ ദീനിൽ നിലനിർത്തുന്ന പ്രസ്ഥാനമാണ്, അല്ലാഹുവിനെ അറിയണമെന്ന് പറയുന്ന സംഘടനയാണ് സുന്നി യുവജന സംഘം. സാദാത്യങ്ങളുടെ ആശീർവാദമുള്ള സംഘടനയാണ്. റസൂലുള്ളാഹിനെ പ്രേമിക്കണമെന്ന് പറഞ്ഞ് ഹുബ്ബുർ റസൂൽ സമ്മേളനം നടത്തുന്ന ഏക സംഘടനയല്ലേ കേരളത്തിൽ. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, എല്ലാ രാഷ്ട്രീയക്കാരോടും തുല്യ ദൂരമേ ഞങ്ങൾക്കുള്ളൂ. നല്ലത് ചെയ്യുന്നവരോട് നല്ലത് പറയും, തെറ്റ് ചെയ്യുന്നവരോട് നിയമത്തിന്റെ പരിധിയിൽ തിരുത്താൻ ശ്രമിക്കും എന്നല്ലാതെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയത്തിലുമുള്ള ആളുകൾ SYS മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട്. അതുകൊണ്ട് ആരോടും ഞങ്ങൾക്ക് വിരോധമില്ല. അതുകൊണ്ട് നിങ്ങൾ SSFനെ അറിയണം, SYSനെ അറിയണം. ഞങ്ങൾ ചരിക്കുന്നത് പണ്ഡിതന്മാരുടെ കാൽപെരുമാറ്റവും കൽപ്പനയും അനുസരിച്ചാണ്. ഞങ്ങൾ ചെയ്യുന്നത് യതീമുകളെ സംരക്ഷിക്കലാണ്, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്, പാവപ്പെട്ടവരെ ഏറ്റെടുക്കലാണ്, ആശ്രയമില്ലാത്ത പെൺകുട്ടികൾക്ക് വിവാഹത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കലാണ്, വിദ്യാഭ്യാസ സഹായം ചെയ്യലാണ്. എല്ലാത്തിലും ഉപരി ആഖിറത്തിലെ വിജയമാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു നമ്മളെ മുഴുവനും വിജയിപ്പിക്കട്ടെ. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറഞ്ഞ ഈ വേദിയിൽ റസൂലുള്ളാഹിനെ കണ്ടു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് തവണ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ.